അതും 6 വിക്കറ്റ് കയ്യിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ 5 വിക്കറ്റ് കയ്യിലിരിക്കുമ്പോൾ എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒന്നാണ്. അവിടെ ഹാർദിക് പാണ്ഡ്യ നമുക്ക് ക്ലാസിനെയും അതിന്റെ ശേഷം അദ്ദേഹം എറിഞ്ഞ ഓവറിൽ സൂര്യകുമാർ യാദവിന്റെ ഉജ്ജ്വല ക്യാച്ചിൽ മില്ലറെയും പുറത്താക്കിയത് ആവേശകരമായ കാഴ്ചയായി. കാരണം നമ്മൾ മുംബൈ ഇന്ത്യൻസിലെ തർക്കത്തിലൊക്കെ ചിലപ്പം പാണ്ഡ്യക്കൊപ്പമായിരുന്നില്ല, പക്ഷെ ടീം ഇന്ത്യക്ക് വേണ്ടി വന്നപ്പം രോഹിത് ശർമ്മ പാണ്ഡ്യ അവസാനത്തെ ഓവർ ഏൽപ്പിക്കും നമ്മൾ കണ്ടു. അതിലെടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടെ ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, വലിയ മാച്ചുകൾ നമ്മുടെ ഒരേ ഒരു രാജാവ് കിങ് കോഹ്ലിയുടെ ഇന്നിങ്സ് പേസ് അനുസരിച്ചും ഒരു അറ്റത്ത് ടീമിന് നങ്കുരമിട്ട് 40 ചില്ലറ ബോൾ എടുത്തിട്ട് 50 എത്തി. പിന്നെ അവസാനം അതിൽ ലാസ്റ്റ് 11 ബോളിൽ 26 റൺസോളം അടിച്ച് ടീമിന്റെ സ്കോർ ഉയർത്തിയത്. ആ സമയത്ത് അദ്ദേഹം നിൽക്കേണ്ടത് ഒരു അനിവാര്യത തന്നെയായിരുന്നു. രണ്ടാമത്തെ കാര്യം, ജസ്പ്രീത് ബുംറ എന്ന ഗോട്ടിനെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു കാലത്തും മറക്കാൻ കഴിയില്ല. നമ്മൾ ബാറ്റേഴ്സിനെയാണ് എല്ലാ കാലത്തും ആഘോഷിക്കാറ്.